മറ്റെല്ലാ സെക്ടേഴ്സും ഇടിവിലേക്ക് പോയപ്പോഴും നിഫ്റ്റിക്ക് ഒരു ഡിഫൻസീവ് മോഡ് കൊടുത്തിരിക്കുന്നത് ഫാർമയാണ്. ഒരു 3% അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഫാർമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഗ്ലാൻഡ് ഫാർമയൊക്കെ അവരുടെ ഒരു കൺസോളിഡേറ്റ് റവന്യൂയുടെ 50% US-ൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫാർമയുടെ ഈ ഒരു മാറ്റി നിർത്തലിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? പ്രത്യേകിച്ചും ഒരു അവസരമാക്കി കണക്കാക്കേണ്ടതുണ്ടോ? അനില, ഐഡിയലി നമുക്ക് ഇപ്പോൾ ഫാർമയിൽ വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെൽ തോട്ട് ഔട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എവിടെയോ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കി ജനറിക്സ് മാനുഫാക്ചറിങ്ങിന് അല്ലെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിന് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഇന്ത്യൻ മാത്രമായിരിക്കില്ല, ഇപ്പോൾ വേറെ പല രാജ്യങ്ങളും ഒക്കെ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിന് ഉൾപ്പെട്ട് കാണുമല്ലോ അമേരിക്കൻ എക്കണോമിയിൽ. ഇത് നമുക്ക് ഏതായാലും US-ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോഴും മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം നമുക്ക് വേണ്ടി വരും എന്ന് മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ബട്ട് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഒരു പുൾ ബാക്ക് പോരാ. അതായത് ഇതൊന്നും അല്ല രീതിയിൽ പുൾ ബാക്ക് വരേണ്ടത്. കാര്യം ആ സെക്ടറിൽ തന്നെ ഒരു ടെയിൽ വിൻഡ് തിരിഞ്ഞു വരണം. കാര്യം വെച്ചാൽ ഇനി അങ്ങോട്ട് ഭയങ്കര ക്ലാസ് ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഉറ്റുനോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിപ്ലയുടെയൊക്കെ മൂവ്മെൻ്റ് ആണ്. ഓഫ് കോഴ്സ് ഒരുപാട് കമ്പനികൾ അതിനകത്ത് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് തന്നെ കേദാർ പ്രഭു അതിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അരബിന്ദോ, എനിക്ക് തോന്നുന്നു കേദാർ എന്നെ ഇൻഫോം ചെയ്തിരിക്കണം 48% അവർക്ക് അമേരിക്കൻ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളതാണ്. അല്ലാണ്ട് സൈഡസ് 47%, ഏതാണ്ട് ഡോക്ടർ റെഡ്ഡീസ് 46%. ഇങ്ങനത്തെ രീതിയിലൊക്കെ പല കമ്പനിക്കും ഇമ്പണ്ട്. ഞാൻ സിപ്ലയെ ഉറ്റുനോക്കുന്ന കാര്യം എന്നറിയോ, സിപ്ലയുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു കഴിഞ്ഞ ആഴ്ച സിഇഒൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ സിഇഒ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അധികം ഇമ്പാക്റ്റ് ആവുന്നു. കാര്യം US-ന് ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. ടീന ഫാക്ടർ എന്ന് പറയും, TINA, ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്. US-നും മറ്റുള്ള രാജ്യങ്ങൾ എസ്പെഷ്യലി എ കൺട്രി ലൈക്ക് ഇന്ത്യയെ ആശ്രയിച്ച് മാത്രമേ ജനറിക്സിന്റെ ഈ പ്രൊഡക്ഷനിലും മാനുഫാക്ചറിംഗിലും ലോ കോസ്റ്റും ആൻഡ് ട്രസ്റ്റഡ് പാർട്ണറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള. ബട്ട് എന്നിട്ടും സിപ്ല ഒരു കാര്യം പറഞ്ഞു കേട്ടോ, സിപ്ല മെൻഷൻ ചെയ്തൊരു കാര്യം വെച്ചാൽ ഇത് കൂടാതെ ഇൻ കേസ് അങ്ങനെ ഒരു ടാരിഫ് വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ US മാനുഫാക്ചറിങ് റെഡിയാണ് ഇതിനെ ഡീൽ ചെയ്യാൻ. അതായത് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് കൂടുന്നത് അത് US-ൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് അവിടെ റെഡിയാണ്, ഫാക്ടറീസ് റെഡിയാണെന്ന് പറയും. അങ്ങനെയുള്ള സിപ്ല ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിച്ച് ഒരു 7 to 8% കയറുകയോ അല്ലെങ്കിൽ അത്രമാത്രം വോളിയം ബിൽഡപ്പ് ഒക്കെ ഇനി വരുമോ എന്നറിയില്ല. നമ്മളിപ്പോൾ വളരെ ഏർലി സ്റ്റേജാണ്, കണ്ട കോളിന് അത് വന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഇനി ഇനി ടാരിഫ് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. താൽക്കാലികമായിട്ട് വന്നിട്ടില്ല. ഇനി ട്രംപ് വീണ്ടും ഒരു വാക്കും കൂടെ ചേർത്തു, ഞാൻ ഇതിൻ്റെ പ്രോഗ്രസ് ഞാൻ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയാണ്. ഏതെങ്കിലും രാജ്യങ്ങൾ റിട്ടാലിറ്ററി ടാരിഫായിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ US മാനുഫാക്ചറിങ് ഇതിനേക്കാളും താഴോട്ട് പോവുകയാണെങ്കിലോ നെസസറി ആയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ തയ്യാറാണെന്ന്. ആ അൺസർട്ടനിറ്റി ഇങ്ങനെ തലയിൽ ഒരു വാള് പോലെ നിൽക്കുന്നത് കാരണം ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം അതിനകത്ത് വന്നില്ല. ബട്ട് ഈവൻ ദെൻ ആസ് ഓഫ് നൗ, ആസ് വി സ്റ്റാൻഡ് നമുക്ക് പറയാം ഫാർമ ഈസ് വെൽ ഇൻസുലേറ്റഡ് എന്ന് പറയാം. ബട്ട് വി ഡു നോട്ട് നോ ഫോർ ഹൗ ലോങ്. ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി വളരെ അത്യാവശ്യമായിട്ട് അറിയേണ്ടതുണ്ട്. ടെക്നിക്കൽ സൈഡുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും ആനന്ദാണ്. ഗുഡ് മോർണിംഗ് ആനന്ദ്. ഗുഡ് മോർണിംഗ് അല്ല. ഇന്നിപ്പോൾ ഫാർമയാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. മാത്രമല്ല മറ്റെല്ലാ സെക്ടേഴ്സിനും ഒരു ഇടിവിൽ ആരംഭിച്ചപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിക്കൊണ്ടൊരു മികച്ച മുന്നേറ്റം നടത്താനായിട്ട് ഫാർമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഫാർമയിലെ ഒരു ടെക്നിക്കൽ സൈഡ് എന്താണ്? ഫാർമയിലൊരു ഓവറോൾ സെക്ടർ, ഞാൻ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലേക്ക് കിടക്കുന്നില്ല, ഫാർമയിലൊരു ഓവറോൾ സെക്ടറൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഫാർമയിലൊരു വളരെ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ അത് സസ്റ്റെയിൻ ആകുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഒരു മേജർ റെസിസ്റ്റൻസിൽ നിന്നാണ് നിലവിൽ ഫാർമ സെക്ടറിൽ ഒരു സെൽ ഓഫ് നടന്നിരിക്കുന്നത്. അതും സെൽ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗ്യാപ്പ് അപ്പ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറിൽ ഏകദേശം ഒരു അറൗണ്ട് ഒരു 3% ഗ്യാപ്പ് അപ്പ് ഫാർമ സെക്ടറിൽ നടന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്ത് സിംഗിൾ ഡേ തന്നെ ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്ത് ഏകദേശം 4.93% ഒരു സിംഗിൾ ഡേ റാലി നമുക്ക് ഫാർമയിൽ ഫസ്റ്റ് അവേഴ്സിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 2.70% ഒരു അപ്സൈഡിലാണ് നിലവിൽ ഫാർമ നിൽക്കുന്നത്. ആൻഡ് ആ ഒരു സെൽ ഓഫ് നമുക്ക് ഫാർമയിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഫാർമ ഇന്നൊരു സ്ട്രോങ് ക്ലോസ് 21,800 എന്ന് പറയുന്ന ലെവലിൻ്റെ ഒരു മുകളിലൊരു വളരെ നല്ല സ്ട്രോങ് ക്ലോസിങ് തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫാർമ സെക്ടറിൽ ഒരു ഓവറോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമുക്ക് ഫാർമയിൽ എക്സ്പെക്ട് ചെയ്യാം.